ജയന്റെ മകൻ എന്ന് അവകാശപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതാണ് കുടുംബത്തിന്റെ വേദനയ്ക്ക് കാരണം. ഇനിയും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയന്റെ സഹോദരന്റെ മകൾ ഡോക്ടർ ലക്ഷ്മി 24 പറഞ്ഞു. ജയന്റെ സഹോദരന്റെ മകളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡോക്ടർ ലക്ഷ്മി, വല്യച്ഛനെ അങ്ങേയറ്റം ആരാധിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലും. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വല്യച്ഛനെ പറ്റി നല്ലത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഞാൻ എൻ്റെ പാരൻസിൽ നിന്നും ഒക്കെ കേട്ടേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫാമിലിക്ക് മാനസികമായിട്ട് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്ന കുറേ പ്രചരണങ്ങളും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് എഫേർട്സ് കാണുന്നുണ്ട്. സോ അതിൽ ഞങ്ങൾക്ക് വളരെയധികം മാനസികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നിയമപരമായി ഇതിനെ നേരിടാൻ തീരുമാനിക്കുകയും നിയമപോരാട്ടത്തിലേക്ക് പോവുകയും അടക്കം ചെയ്ത ഒരാളാണ്. അതെ, 2021 ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇങ്ങനെ ഒരു വ്യക്തി ബോധപൂർവം എൻ്റെ വല്യച്ഛൻ്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. മകനാണെന്ന വ്യാജേന അയാൾ പല ബെനിഫിറ്റുകളും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അന്ന് അതിൻ്റെ മേലെ പോലീസ് അതോറിറ്റീസ് അന്വേഷണം നടത്തി വളരെ തെറ്റായ ഇൻഫർമേഷനാണ് ഇയാൾ പരത്തുന്നതെന്നും ഞങ്ങളുടെ ഫാമിലിയായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇയാൾക്കില്ലെന്നുള്ളതിന്റെ എൻക്വയറി റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കോടതിയിൽ ഫർദർ ആയിട്ടുള്ള ആക്ഷൻസിന് പോകണം എന്ന് തന്നെയായിരുന്നു എനിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഫീഡ്ബാക്ക്. ആൾക്കാരുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഒരു വശം മാത്രം കേട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കാര്യം ഇത് വ്യക്തിപരമായിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. കാര്യം അവനവൻ്റെ ഫാമിലിയിൽ ഇത്തരം ബുദ്ധിമുട്ട് വരുമ്പോഴേ അറിയുള്ളൂ. ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അത് മരിച്ചുപോയ ഒരാൾ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മേലെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. പലരും തിരിച്ച് പ്രതികരിക്കാറില്ല. മരിച്ചുപോയ ആൾക്കാർ, ഈ പറയുന്ന എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരാളുടെ മേലെ ഒരു അലിഗേഷൻസ് എന്ന് പറയുന്നത് തികച്ചും ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ ആദ്യത്തിൻ്റെ ഒരു പെങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പെങ്ങൾ ഡോക്ടർ ലക്ഷ്മി മോള്. എൻ്റെ ഡോക്ടർ ലക്ഷ്മി മോള് പറഞ്ഞു, പണ്ട് ഏതോ ഒരാൾ വല്യച്ഛൻ്റെ മകനാണെന്നും പറഞ്ഞ് പത്രത്തിലേക്ക് വാർത്ത വരികയും എന്നിട്ട് അയാൾ കുറേയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അയാൾ ഏതോ ഒരാൾ എന്ന് പറഞ്ഞപ്പം എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായി. അതിനോടൊപ്പം നമ്മുടെ ആദ്യത്തിനും അടുത്ത ഇൻ്റർവ്യൂ പറയുന്നത് ഏതോ ഒരുത്തൻ എന്ന വാക്ക് ഉപയോഗിച്ച് ഏതോ ഒരുത്തൻ വല്യച്ഛൻ്റെ മോനാണെന്നും പറഞ്ഞ് ഭയങ്കര കേസൊക്കെ കൊടുത്തിട്ട് അവനും ഒന്നുമില്ലാതെ പോയി. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അപ്പോൾ ഇനി ആരെങ്കിലും വന്ന് ജയൻ്റെ മകളാ ഭാര്യ മകനാന്ന് വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി ചേർന്ന് പ്രശ്നം ഉണ്ടാക്കും, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അത് എനിക്ക് വന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ അങ്ങനെ മൊബൈൽ എടുത്ത് വെച്ച് ഞാനാണ് ജയൻ്റെ മകൻ എന്നും പറഞ്ഞിട്ട് ഞാനൊരു വാർത്ത ഇട്ടപ്പോൾ ആദിത്യനും പോയി, ഡോക്ടർ ലക്ഷ്മി മോളും പോയി, ഈ പറഞ്ഞ കസിനും പോയി. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരും ഇന്നേ വരെ എനിക്കെതിരെ ഒരു കേസോ ഒരു പരാതിയോ എൻ്റെ മുമ്പിലോ വന്ന് നിന്നിട്ടില്ല. അവർ മിണ്ടത്തില്ല.